വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ദുരന്ത നിവാരണ പദ്ധതികൾക്കായി അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ദുരന്തബാധിതർക്ക് സർക്കാർ നൽകുന്ന സഹായത്തിൽ നിന്നും EMI-യും വായ്പാ കുടിശ്ശികയും പിടിക്കരുതെന്ന് കഴിഞ്ഞയാഴ്ച കോടതി പറഞ്ഞിരുന്നു. ദുരന്തബാധിതരുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ സഹായമായി വന്ന തുകയിൽ നിന്നും ബാങ്കുകൾ EMI പിടിച്ചെടുത്തതിനെ തുടർന്നായിരുന്നു കോടതിയുടെ പരാമർശം. ഉരുൾപൊട്ടലിൽ 1555 വീടുകൾ വാസയോഗ്യമല്ലാതായി, 600ഓളം ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചു തുടങ്ങിയ നഷ്ടം സംബന്ധിച്ച കണക്കുകൾ സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധരുടെ എണ്ണം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനനുവദിച്ച തുക, ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും അറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കൊച്ചി.